ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ടോപ്പിക്ക് ആന്ത്രപ്പോസെൻട്രിസിസവും അതുപോലെ ഡീപ്പ് ഇക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. സോ ആദ്യത്തെ തന്നെ ആന്ത്രപ്പോസെൻട്രിസിസം എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആന്ത്രപ്പോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ നരവംശാസ്ത്രം. സോ ആന്ത്രപ്പോസെൻട്രിക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മാനിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഫിലോസഫിക്കലായിട്ടുള്ള വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം. ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇക്കോസെൻട്രിക് എന്ന് പറയാം, അല്ലെങ്കിൽ ആന്ത്രപ്പോസെൻട്രിക് എന്ന് പറയാം, ടെക്നോസെൻട്രിക് എന്ന് പറയാം. സോ ഇക്കോസെൻട്രിക് എന്ന് പറഞ്ഞാൽ അവിടെ ഇക്കോളജിക്കായിരിക്കും, എൻവയോൺമെൻറ്റിനായിരിക്കും സെൻറ്റർ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്കാക്കുക. എപ്പോഴും എൻവയോൺമെൻറ്റിനെ ആയിരിക്കും ഇക്കോസെൻട്രിക്കിൽ. ടെക്നോസെൻട്രിക്കിൽ ടെക്നോളജീസിനെ, പലതരത്തിലുള്ള നമ്മളുടെ ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള ടെക്നോളജീസിനും കാര്യത്തിനെയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ കൊടുക്കുമ്പോൾ അവിടെ ടെക്നോസെൻട്രിക് എന്ന് പറയും. ആന്ത്രപ്പോസെൻട്രിക് അല്ലെങ്കിൽ ആന്ത്രപ്പോസെൻട്രിസം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ, അതായത് ഈവൻ ദോ ഭൂമിയിൽ ഒരുപാട് തരത്തിലുള്ള ജന്തുജാലങ്ങളും അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിൽ ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വെച്ച് നോക്കുമ്പം മനുഷ്യന്മാരാണ് അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ലോകത്തിലുള്ളത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് ഈ പറഞ്ഞ ആന്ത്രപ്പോസെൻട്രിസിസം എന്ന് പറയുന്നത്. ആ ടേം തന്നെ ഒന്ന് ക്ലിയർ ആയിട്ട് സ്ട്രൈക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ആന്ത്രപ്പോസെൻട്രിസിസം എന്ന് പറഞ്ഞാൽ, അതായത് ആന്ത്രപ്പോ മനുഷ്യന്മാർ, സെൻട്രിസിസം എന്ന് പറഞ്ഞാൽ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് മനുഷ്യന്മാർ ഏറ്റവും ടോപ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ അവർ എപ്പോഴും ഹോൾഡിംഗ് പവറിൽ അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലെല്ലാം നിൽക്കുന്നു എന്നതിനെയാണ് ആന്ത്രപ്പോസെൻട്രിസിസം എന്ന് പറയുക. സോ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആന്ത്രപ്പോസെൻട്രിസിസം മീൻസ് ഇറ്റ് ഈസ് എ ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ് arguing that human beings are the central or most significant entities in the world. അതായത് ഈ ആന്ത്രപ്പോസെൻട്രിസിസം എന്നുള്ള ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആർഗ്യൂ ചെയ്യുന്നത് മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എൻറ്റിറ്റീസ് ആണ് ലോകത്തിനെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് എന്നാണ് ഈ ഒരു ഫിലോസഫിക്കൽ വ്യൂ പോയിന്റിലൂടെ പറയുന്നത്. പിന്നെ ദിസ് ഈസ് എ ബേസിക് ബിലീഫ് embedded in many western religions and philosophies. പലതരത്തിലുള്ള നമ്മളുടെ ഒരുപാട് റിലീജിയൻസിൽ അതിൽ തന്നെ മോസ്റ്റ്ലി ഇപ്പോൾ പറയുകയാണെങ്കിൽ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ദൈവത്തിൻ്റെ രൂപത്തിൽ മനുഷ്യന്മാരെ സൃഷ്ടിച്ചു, അതിന് കാരണം മറ്റുള്ള ജീവജാലങ്ങളെ അവന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ളത് വരാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു പറച്ചിൽ, അല്ലെങ്കിൽ അത് ബൈബിളിൽ ഓൾറെഡി എഴുതി വിട്ടിട്ട് അല്ലെങ്കിൽ അതിലുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ മനുഷ്യന്മാർ വാദിക്കുന്നതും അതാണ്, ഞങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ടു റൂൾ അതേഴ്സ് അല്ലെങ്കിൽ ടു റൂൾ അതർ സ്പീഷ്യസ് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വാദിക്കുന്നുണ്ട്. പലതരത്തിലുള്ള വെസ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ വെസ്റ്റേൺ ബിലീവേഴ്സൊക്കെ തന്നെ അതിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. പിന്നെ Anthropocentricism regards humans as separate form and superior to nature, and holds that human life has intrinsic value, while other entities are resources that may justifiably be exploited for the benefit of humankind. അതായത് ആന്ത്രപ്പോസെൻട്രിസം എന്ന് പറയുമ്പം ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു സ്പീഷ്യസ് ആണ്. അവരെപ്പോഴും സുപ്പീരിയർ ആയിരിക്കും, പ്രകൃതിയേക്കാൾ അല്ലെങ്കിൽ പരിസ്ഥിതിനേക്കാളും എപ്പോഴും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സ്പീഷ്യസ് ആയിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സുപ്പീരിയർ ലൈഫ് ഉണ്ടാവും. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട അല്ലെങ്കിൽ അവരെ ബെനഫിറ്റിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന വസ്തുക്കളായിരിക്കും മറ്റുള്ള എൻറ്റിറ്റീസ്. അത് വേണമെങ്കിൽ ആനിമൽസ് ആവാം, പ്ലാന്റ്സ് ആവാം, മിനറൽ റിസോഴ്സസ് ആവാം, ഏത് തരത്തിലുള്ള മറ്റ് എൻറ്റിറ്റീസ് ആവാം. അത് എപ്പോഴും മനുഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് എൻറ്റിറ്റീസ് ആയിരിക്കുമെന്നാണ് ഈ ആന്ത്രപ്പോസെൻട്രിസിസത്തിൽ പറയുന്നത്. പക്ഷേ many atheists find roots of anthropocentricism in the creation of story told in the book of Genesis in the Judo-Christian Bible. അതായത് ഈ ആന്ത്രപ്പോസെൻട്രിസിസം എന്നുള്ള ഒരു ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ് വന്നിട്ടുള്ളത് ബൈബിളിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണെന്ന് പലതരത്തിലുള്ള ഏത്തിസ്റ്റുമാർ
ബിലീവ് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് humans are created in the image of God and are instructed to subdue earth and to have dominion over all other living creatures. അതായത് ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യനെ ദൈവത്തിൻ്റെ രൂപത്തിൽ ജനിപ്പിച്ചത് മറ്റുള്ള എല്ലാ തരത്തിലുള്ള സ്പീഷീസിനെയും അതിൻ്റെ മുകളിൽ ഡൊമീനിയൻ വരാൻ വേണ്ടിയിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു പറച്ചിൽ അല്ലെങ്കിൽ അത് ഉണ്ട് എന്ന് ഇത്തരത്തിലുള്ള ഫിലോസഫിക്കൽ ആൾക്കാർ പറയുന്നുണ്ട്. This passage has been interpreted as an indication of humanity's superiority to nature and as condoning an instrumental view of nature, where the natural world has value only as it benefits humankind. അതായത് ഈ ഒരു പാസേജിലൂടെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ബൈബിളിലെ ആ പാസേജിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യന്മാരെന്ന് പറയുന്നത് എപ്പോഴും സുപ്പീരിയറും ബാക്കിയുള്ള ഈ തരത്തിലുള്ള എല്ലാ എൻറ്റിറ്റീസും മനുഷ്യനല്ലാത്ത ബാക്കി എന്ത് സാധനങ്ങളും പ്ലാന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആനിമൽസ് ആയിക്കോട്ടെ മൈക്രോ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിക്കോട്ടെ ഏതാണെങ്കിലും ഇപ്പം വൈറസ് ബാക്ടീരിയ അങ്ങനത്തെ ഫംഗസ് പലതരത്തിലുള്ള സാധനങ്ങളുണ്ടല്ലോ പ്രകൃതിയിൽ അതൊക്കെ തന്നെ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ സ്പീഷീസ് എന്നുള്ളൊരു പദവി മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ആന്ത്രോപോസെൻട്രിക് ആയിട്ടുള്ള ഫിലോസഫേഴ്സ് കോർണുകോപ്പിയൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ അതായത് ഈ കോർണുകോപ്പിയൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ earth resources are limited or that unchecked human population growth will exceed the carrying capacity of earth and the result in wars and famines as resources become scarce. അതായത് മനുഷ്യന്മാർ പോപ്പുലേഷൻ കൂടുന്നത് ഇപ്പം മനുഷ്യന്മാരുടെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എർത്തിനെ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് ക്ലോത്ത് എല്ലാ തരത്തിലുള്ള പ്രൈമറി നീഡ്സും കിട്ടാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പം അവിടെ യുദ്ധങ്ങളും അല്ലെങ്കിൽ വരൾച്ച അല്ലെങ്കിൽ പട്ടിണി ദാരിദ്ര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമെന്ന് ചില കോർണുകോപ്പിയൻ പോയിന്റ് ഓഫ് വ്യൂക്ക് എതിരായിട്ട് ഇവർ പറയുന്നുണ്ട്. പിന്നെ cornucopian philosophers argue that either the projections of resource limitations and population growth are exaggerated or that technology will be developed as necessary to solve future problems of scarcity. അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഇത്തരത്തിൽ പോപ്പുലേഷൻ കൂടുക അല്ലെങ്കിൽ മനുഷ്യന്മാർ പ്രകൃതിനെ അവരുടെ കൺട്രോളിലാക്കുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫേമിൻ വാറ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമെന്ന് കോർണുകോപ്പിയൻ അഭിപ്രായത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അതിനെ റിജക്റ്റ് ചെയ്തിട്ടാണ് ആന്ത്രോപോസെൻട്രിക്സ് പറയുന്നത്. അങ്ങനെയല്ല, അതിനെയൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നോളജീസ് ഭാവിയിൽ മനുഷ്യന്മാർ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് ആന്ത്രോപോസെൻട്രിക് ആയിട്ടുള്ള ഫിലോസഫേഴ്സ്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ ആന്ത്രോപോസെൻട്രിസിസം എന്ന് പറഞ്ഞാൽ. അടുത്തത് ഡീപ്പ് ഇക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡീപ്പ് ഇക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു എൻവയോൺമെൻറ്റൽ ഫിലോസഫിയാണ്. അതിൽ വിച്ച് പ്രൊമോട്ട്സ് ദ ഇൻഹെറൻറ്റ് വർത്ത് ഓഫ് ഓൾ ലിവിങ് ബീങ്സ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഇൻസ്ട്രുമെൻ്റൽ യൂട്ടിലിറ്റി ടു ഹ്യൂമൻ നീഡ്സ് plus the restructuring of modern human societies in accordance with such ideas. Deep ecology എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ജീവികളും ഏത് ജീവികളായിക്കോട്ടെ, അത് മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഓൾ ലിവിങ് ക്രിയേച്ചേഴ്സിന് ഭൂമിയിൽ ഒരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ അവർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഒരു എൻവയോൺമെൻറ്റൽ ഫിലോസഫിയാണ് ഡീപ്പ് ഇക്കോളജി. അവിടെ ഒരിക്കലും ഹ്യൂമൺ ആണോ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ആനിമൽ ആണോ ഇമ്പോർട്ടൻ്റ് പ്ലാന്റ് ആണോ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല, എല്ലാ സ്പീഷീസും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരു പരിസ്ഥിതികവാദത്തെ അല്ലെങ്കിൽ തത്വചിന്തേനെയാണ് ഡീപ്പ് ഇക്കോളജി എന്ന് പറയുക. ഡീപ്പ് ഇക്കോളജി ആർഗ്യൂസ് ദാറ്റ് ദ നാച്ചുറൽ വേൾഡ് ഈസ് എ കോംപ്ലക്സ് ഓഫ് റിലേഷൻഷിപ്പ് in which the existence of organisms is dependent on the existence of others within ecosystems. അതായത് ഡീപ്പ് ഇക്കോളജി ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
നാച്ചുറൽ വേൾഡ്, നമ്മളുടെ ഇപ്പോഴത്തെ പ്രകൃതി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള ഒരു പ്രകൃതിയാണ്. അവിടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ തന്നെ സങ്കീർണമായിരിക്കും. അവിടുത്തെ എക്കോസിസ്റ്റത്തിൽ അനുസരിച്ച് ജീവിക്കാനായിട്ട് മറ്റ് അതായത് അതിനനുസരിച്ച് ജീവിക്കാൻ ഇപ്പം നമ്മൾ ഹ്യൂമൻസ് ജീവിക്കേണ്ട ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്, പ്ലാന്റ്സ് ജീവിക്കേണ്ട ഇക്കോസിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ചില സീയിൽ ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കേണ്ട ജീവികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സിസ്റ്റൻസിനെ അതായത് വേറെ മറ്റ് ചിലതും, അതായത് ഒന്നിന് കണക്റ്റഡ് ആണ് ഒന്ന് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവിക്കണമെങ്കിൽ പ്ലാന്റ്സ് വേണം, പ്ലാന്റ്സ് ജീവിക്കണമെങ്കിൽ നമ്മൾ വേണം എന്നൊക്കെ പറഞ്ഞ പോലെ വി ആർ റെസിപ്രോക്കേറ്റിംഗ് ടു ഈച്ച് അതർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഡീപ്പ് ഇക്കോളജിയിൽ പറയുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു കമ്പാരിസൺ ആയിട്ടൊക്കെ വരാം. ആന്ത്രപ്പോസെൻട്രിസിസും ഡീപ്പ് ഇക്കോളജിയും രണ്ടാണല്ലോ. ഒന്ന് മനുഷ്യന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒന്ന് എല്ലാ സ്പീഷ്യസിനും പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ട് അത്രമാത്രം ഡിഫിക്കൽട്ട് ടോപ്പിക് അല്ല. ജസ്റ്റ് ഒന്നൊരു വായിച്ചു കഴിഞ്ഞാൽ 5 മാർക്കിനൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്.